കാസർകോട് കുണ്ടംകുഴി സ്കൂൾ അസംബ്ലിക്കിടയിൽ അച്ചടക്ക ലംഘനം നടത്തിയെന്നാരോപിച്ച് വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ പോലീസും കേസെടുത്തു. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ എം അശോകനെതിരെയാണ് ബേഡകം പോലീസ് കേസെടുത്തത്. ബാലാവകാശ കമ്മീഷൻ അംഗം വി മോഹൻകുമാർ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി മാതാവിന്റെ മൊഴിയെടുത്തു. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ എം അശോകനെതിരെ അടിച്ചു പരിക്കേൽപ്പിക്കൽ, ജെ ആക്ട് എന്നിവ പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയത്. അശോകൻ നിർബന്ധിതാവധിയിൽ പ്രവേശിച്ചു. മെഡിക്കൽ റിപ്പോർട്ട് ശേഖരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ ശ്രമം. ബാലാവകാശ കമ്മീഷൻ അംഗം ബി മോഹൻകുമാർ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി മാതാവിന്റെ മൊഴിയെടുത്തു. കേസ് ഒഴിവാക്കാൻ PTA ഭാരവാഹികളുടെ നേതൃത്വത്തിൽ 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നതായി മാതാവ് കമ്മീഷന് മൊഴി നൽകി. ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. ഇക്കാര്യം വിശദമായി അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി ബി മോഹൻകുമാർ പറഞ്ഞു. കമ്മീഷന് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കമ്മീഷൻ ഇത് സ്വമേധയാ കേസെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയം ഒരു കാരണവശാലും കുട്ടിക്ക് നേരെ ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയാണ്. പ്രധാനപ്പെട്ട അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വീഴ്ച സംഭവിച്ചത് വളരെ ഗൗരവതരമായിട്ട് കമ്മീഷൻ കാണുകയാണ്. പ്രധാനാധ്യാപകന്റെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്ന സംഭവത്തിൽ പോലീസും DDയും ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ്. മീഡിയ 1 കാസർഗോഡ്.